ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു ദിവസം കൂടെ ഒരുമിച്ച് നമുക്ക് അതിരാവിലെ സമയം ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം സഹായിച്ച കൃപയ്ക്കായി പിതാവായ ദൈവത്തിന് സ്തോത്രവും നന്ദിയും ബഹുമാനവും പുകഴ്ചയും കരയേറ്റുന്നു. സകല മഹത്വവും ഇന്ന് പകൽക്കാലം ഈ ഒരു കൂട്ടായ്മയിൽ കൂടെ ദൈവം എടുക്കുമാറാകട്ടെ. ഇന്നത്തെ ദിവസം ഒരിക്കൽ കൂടെ ആയിരിക്കാൻ ദൈവം സഹായിച്ചല്ലോ. ഈ EGM-ന്റെ പ്രവർത്തനങ്ങളെ ഓർത്ത് ദൈവത്തിന് കോടാകോടി സ്തോത്രം ചെയ്യുന്നു. ആയിരങ്ങൾക്ക് പതിനായിരങ്ങൾക്ക് സുവിശേഷം ഇതുവരെയും കേട്ടിട്ടില്ലാത്ത എല്ലാ സ്റ്റേറ്റുകളിലും ദൈവ വചനം കേൾക്കുവാൻ ഇടയാക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. വളർന്നു വരുന്ന ശുശ്രൂഷകളിൽ നമ്മൾ സംബന്ധിക്കുമ്പോൾ ഏറ്റവും ഓർക്കേണ്ടത് ദൈവത്തിന്റെ ഒരുപാട് കൃപ ആവശ്യമാണ്. VP മത്തായി സാറിനെ ഓർത്ത് എല്ലാവരും എന്നും പ്രാർത്ഥിക്കണം. ഇതിൽ ഇന്ന് പൽക്കാലം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒറ്റ നിമിഷം കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. അടിയന്റെ വായിൽ കൂടെ നിന്റെ വായിൽ കൂടെ ഇപ്പോൾ ഓർപ്പിച്ച പോലെ മനുഷ്യന്റെ ശബ്ദമല്ല, അവിടുത്തെ ശബ്ദം കേൾപ്പിക്കണമേ. അവിടുന്ന് എല്ലാവരുടെ ഇടപെടണമേ. ഈ അരമണിക്കൂറിനുള്ളിൽ ആകാശം കർത്താവെ ചായച്ച് അവിടെ ഇറങ്ങി വന്ന് എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ ജനം അവര് നമ്മൾ കാണാതെ പറയേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ ഒന്ന് രണ്ട് വാക്യങ്ങൾ അത് എല്ലാ പ്രാവശ്യം നമ്മൾ കൂടുമ്പോഴൊക്കെ അനുഗ്രഹിക്കാൻ പറ്റും. ഇസ്രായേൽ അന്നും ഇന്നും മോശയുടെ കാലം തൊട്ട് എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. സംഖ്യാപുസ്തകം 6-ാം അധ്യായം 22 മുതലുള്ള വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. നാം ചോദിച്ചു കഴിഞ്ഞാൽ യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്ത്, നീ അഹരോനോടും പുത്രന്മാരോടും പറയേണ്ടത്, നിങ്ങൾ ഇസ്രായേൽ മക്കളെ അനുഗ്രഹിച്ച് ചൊല്ലേണ്ടത് എന്തെന്നാൽ അതായത് ഇസ്രായേൽ മക്കളെ അനുഗ്രഹിച്ച് ചൊല്ലണം. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം എന്തുകൊണ്ട് ഈ ആദ്യത്തിൽ ഇത് പറഞ്ഞു ചോദിച്ചാൽ, ഇന്ന് പരസ്പരം നമുക്ക് അനുഗ്രഹിച്ച് ചൊല്ലാം. എന്താണ് പറയാം? എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാത്തുകൊള്ളുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം ഈ ഡിവൈസിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ഇനിയിപ്പോൾ സംബന്ധിക്കാനുള്ളവരും ജോയിൻ ചെയ്യാനുള്ളവരും എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ, കാക്കുമാറാകട്ടെ. രണ്ടാമതായി 25-ാം വാക്യം, യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ. ഇതിൽ സംബന്ധിക്കുന്ന സകലരുടെ മേലും യഹോവ തിരുമുഖം പ്രകാശിപ്പിച്ച് കൃപയുള്ളവനാകട്ടെ. അടുത്തതായി, യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ്. വളരെ ലളിതമാണ്, എന്നാൽ ഇത് വലിയ ശക്തമായിട്ട് ദൈവം പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. കർത്താവ് നമ്മളോട് പുതിയ നിയമത്തിൽ സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള പ്രാർത്ഥന പഠിപ്പിച്ച പോലെ പിതാവായ ദൈവം ഈ ജനത്തോട് ഇടപെട്ടുകൊണ്ട് ഇപ്പോൾ മോശയോട് പറഞ്ഞ് 3 വാക്യങ്ങൾ മാത്രം, അത് കാണാതെ പഠിച്ച് എല്ലായ്പ്പോഴും നമ്മൾ പറയുവാൻ ശ്രമിക്കുന്ന അനുഗ്രഹിക്കുന്നതാണ്. ഇതിന് പറയുന്നുണ്ട്, ഇങ്ങനെ അവർ ഇസ്രായേൽ മക്കളുടെ മേൽ എൻ്റെ നാമം വെക്കണം, ഞാൻ അവരെ അനുഗ്രഹിക്കും. ഈ പ്രാർത്ഥന പറഞ്ഞ് ഈ ഇസ്രായേൽ മക്കളുടെ മേൽ ഈ നാമം വെച്ചാൽ ഞാൻ അവരെ അനുഗ്രഹിക്കും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവവചനപ്രകാരമുള്ള പ്രാർത്ഥന ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവരുടെ മേൽ പ്രഖ്യാപിക്കുകയാണ്, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് 4-ാമത്തെ ദിവസമാണല്ലോ. ഇത്രയും സമയം സാഹചര്യം ഇങ്ങനെ ഒരു ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനുള്ള ഒരു സാവകാശം തന്ന് ഓർത്ത VP മത്തായി സാറിനോടും ചുമതലക്കാരോടുള്ള ഒരുപാട് സ്നേഹം നന്ദി അറിയിക്കുന്നു. ഇനിയും സമയമുള്ളപ്പോഴൊക്കെ ഇത് ജോയിൻ ചെയ്യുന്നതായിരിക്കും. അതായത് ഈ പ്രാർത്ഥന വളരെ സന്തോഷകരമാണ്. അത് ഇത്രയും രാവിലെ ഞാൻ എഴുന്നേൽക്കാറില്ല, എന്നാൽ സമയമുള്ളപ്പോഴൊക്കെ എഴുന്നേൽക്കുമ്പോൾ കഴിവുള്ളിടത്തോളം ഇതിൽ ജോയിൻ ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ ജീവനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. അതുപോലെ ഇന്ന് പകൽക്കാലം ആരൊക്കെ എന്തൊക്കെ വിഷയത്തിന് മേൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെ മേലൊക്കെ ദൈവം മറുപടി നൽകട്ടെ. അത്ഭുതങ്ങൾ ധാരാളമായി കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കുമല്ലോ. കഴിഞ്ഞ 7 വർഷം മുമ്പ് മരണത്തോടടുത്ത് ക്യാൻസർ ബാധിച്ച് 4-ാമത്തെ സ്റ്റേജിനോടടുത്ത് ആയിരുന്ന സ്ഥാനത്ത് നിന്ന് അനങ്ങാൻ വയ്യാത്ത സ്ഥാനത്ത് നിന്ന് പിരിയാനോ ഒന്നും വയ്യാത്ത ഒരു ഗിദെയോന്റെ ബൈബിൾ ഒരു വിരലുകൊണ്ട് എടുക്കാനുള്ള ഒരു ഭാഗ്യം മതി എന്ന് വെല്ലൂർ ഹോസ്പിറ്റലിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ചതായ എളിയവൻ ഇത്രത്തോളം സൗഖ്യം തന്നു. ദൈവം എന്നെ കർത്താവിന്റെ സന്നിധി. അതുകൊണ്ട് ഓരോ നിമിഷത്തിന്റെയും വില എനിക്ക് നല്ലപോലെ അറിയാം. ആയുസിന്റെ വില അറിയാം. ഓരോ നിമിഷവും നമുക്ക് വിലപ്പെട്ട. അതുകൊണ്ട് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവരും ഓർത്തോളം, ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നതിന്, ആയുസിനെ നീട്ടിത്തരുന്നതിന്, രോഗികളായിട്ട് ആരെങ്കിലും സംബന്ധിക്കുന്നുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ സൗഖ്യമാക്കും. ദൈവം ധാരാളം അത്ഭുതങ്ങൾ കണ്ണിന്റെ മുമ്പിൽ കാണുവാൻ ദൈവം ഇടയാക്കിയിട്ടുണ്ട്. കൂട്ടായ്മയായിട്ട് ഇവയുടെ പ്രദേശത്ത് കഴിഞ്ഞ 33 വർഷമായിട്ട് ഇന്റർനാഷണൽ മീറ്റിംഗ് നടക്കുന്നത്. അതിൽ അനേകർ സംബന്ധിക്കും. ഒരു സമയത്ത് 500-ലധികം പേര് ഒരേ സമയത്ത് സംബന്ധിക്കുന്ന അനുഭവങ്ങളുണ്ട്. അവിടെ വന്ന് രോഗികളൊക്കെ സൗഖ്യമായ അനേക അത്ഭുതങ്ങൾ ഇന്നും നടക്കുന്നു. അതുകൊണ്ട് പറയുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ അനുഗ്രഹം പ്രാപിപ്പം. ഇന്ന് പകൽക്കാലം ഒരു വർത്തമാന സഭയിലെ ഒരു പട്ടക്കാരൻ നിന്ന് പട്ടണത്തെ ശുശ്രൂഷ പ്രവേശിക്കുക. ആ ഭവനം എന്ന് പറയുന്ന അവിടെ ഉണ്ടായിരുന്നതാണ്. മീറ്റിംഗ് കഴിഞ്ഞേച്ച് ആ ദാസനോട് പറയാനായിട്ട് കർത്താവ് പറഞ്ഞനുസരിച്ച് എല്ലാ മീറ്റിംഗ് കഴിഞ്ഞ് 1 മിനിറ്റ് നിന്ന് പ്രാർത്ഥിക്കണം. കാരണം അവരുടെ ജീവിതത്തിൽ തലമുറയില്ല. അവർ ഭാര്യാഭർത്താക്കന്മാർ വന്ന് എല്ലാ ദിവസവും വന്ന് പ്രാർത്ഥിക്കും. ഉടനെ അവരുടെ ജീവിതത്തിൽ 2 കുഞ്ഞുങ്ങളെ കൊടുത്തു. അതിലെ മകൻ ഹല്ലേലൂയ നല്ല പഠിത്തക്കാരനാണ്.
ആ മകന്റെ മനസ്സിൽ തന്നെ തോന്നി പട്ടക്കാരനാണ്, അങ്ങ് ഇന്ന് അദ്ദേഹം പട്ടത്തെ ശുശ്രൂഷയിൽ പ്രവേശിക്കുക. അത്ര ഒരുപാട് അനുഭവങ്ങളുണ്ട്. തലമുറയില്ലാത്തവർക്ക് ദൈവം തലമുറയെ ധാരാളമായിട്ട് നൽകും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ആരെങ്കിലും നിങ്ങളുടെ പ്രിയപ്പെട്ട തലമുറയില്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് തലമുറയെ കുഞ്ഞുങ്ങൾക്ക് നൽകും. അതുപോലെ എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ അതെല്ലാം ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ ദൈവത്തിന് സമർപ്പിക്കുക. അതുകൊണ്ട് ഇന്ന് ഈ അല്പസമയത്തിനുള്ളിൽ ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും ഇനി തുടർന്ന് ഒരു വാക്യമെങ്കിലും എല്ലാവരോടും സംസാരിക്കാം. വചനം വായിച്ച് വിടുവിക്കുന്നതിനാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഇവിടെ അത്ഭുതം നടക്കണം, അതിശയം നടക്കണം. വിശ്വാസത്തോടെ ഏറ്റെടുത്താൽ മതി. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് എന്റെ വിഷയത്തിന് മറുപടി. അതുകൊണ്ട് അവരുടെ വിഷയം മാത്രം പോരാ, എല്ലാ വിഷയങ്ങളും, ഇന്ന് പ്രാർത്ഥിച്ച വിഷയങ്ങൾ, പ്രത്യേകിച്ച് സുവിശേഷ പ്രവർത്തനങ്ങളെ ഓർത്ത് ഈ നാളിൽ പ്രാർത്ഥിക്കണം. വിവിധ സ്ഥലങ്ങൾ നമുക്കറിയാവുന്ന സഭകൾ നമ്മളൊക്കെ ആയിരിക്കുന്നുണ്ട്, എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കണം. അത്ഭുതങ്ങൾ നടക്കണം. പുതിയ നിയമസഭയുടെ വലിയ വളർച്ചയ്ക്ക് കാരണം എൻ്റെ വാക്കുകൾ വചനമായിട്ട് മാത്രമല്ല, ശക്തിയുടെ ആത്മാവിന്റെ പ്രകടനമായിട്ടായിരുന്നാണ് പൗലോസ് പറയുന്നത്. അതുകൊണ്ട് ഇന്നത് കുറഞ്ഞിരിക്കുക. ഇന്നത്തെ സഭയുടെ എല്ലാം വ്യത്യസ്തപ്പെട്ടിരിക്കുക. ദൈവവചനത്തിൽ വളരെ വ്യത്യസ്തമാണ്. എല്ലാം ഉപരിപ്ലവമായിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ അത്ഭുതങ്ങൾ അടയാളം നടക്കണം. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഇവിടെ അത്ഭുതം നടക്കണം. ആരൊക്കെ ഇതിൽ, എത്ര പേര് ഇത് സംബന്ധിക്കുന്നു? 170 പേര് ഡിവൈസിൽ കൂടെ ഇപ്പോൾ സംബന്ധിക്കുന്നുണ്ട്. അത് ഇന്നലെ 200 ഉണ്ടായിരുന്നു. 200-ലധികമായിട്ട് സംബന്ധിക്കട്ടെ. ദൈവം എല്ലാവർക്കും കൃപ നൽകട്ടെ. ഇന്ന് സംബന്ധിക്കുന്ന സകലർക്കും ദൈവം ഒരത്ഭുതമെങ്കിലും പ്രവർത്തിക്കട്ടെ. ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല, ഒരു കാര്യം അസാധ്യമല്ല. എത്രയോ കുടുംബങ്ങൾക്ക് തലമുറ നൽകി. ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട്. തലമുറയില്ലാത്തത് അതൊരു ഭൂമിയിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് എന്താണെന്നറിയാവോ? ലോകത്തിന്റെ സമ്പത്തിനേക്കാളും തലമുറകളാണ് അനുഗ്രഹം. ഇന്ന് അതിന് തടസ്സമായിട്ടാണ് ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നത്. കഴിഞ്ഞ 2-3 മാസത്തോളമായി ഒരു മീറ്റിങ്ങിന്റെ ഗൾഫ് റിട്ടേൺസ് പ്രയർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ മീറ്റിംഗ് ഉണ്ട്. അവിടെ ചെന്നപ്പോൾ ഒരു ഫാമിലി പ്രാർത്ഥിക്കാനായിട്ട് വന്നു. ഞങ്ങൾക്ക് വളരെ അടുപ്പമുള്ള ഫാമിലിയാണ്. ആ മകൾക്ക് വിവാഹം കഴിച്ചിട്ട് കുറേ വർഷമായി കുഞ്ഞുങ്ങളില്ല. പ്രാർത്ഥിക്കാൻ പറയും. പ്രാർത്ഥിക്കാനായിട്ട് ആലോചന ചെയ്യുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരിപ്പം കർത്താവ് എന്നെ ഇങ്ങനെ വയറ്റിലായിട്ട് 2 കുഞ്ഞുങ്ങളെ കാണിച്ചു. ഇടത്തുവശത്ത് ആൺപൈതലും വലത്തുവശത്ത് പെൺപൈതലും. എന്നിട്ട് ഞാൻ പറഞ്ഞു, കർത്താവ് നിങ്ങൾക്ക് ഒരു ആൺപൈതലിനെയും പെൺപൈതലിനെയും ഇരട്ട കുഞ്ഞുങ്ങളെ നൽകുമെന്ന് പറഞ്ഞു. എന്തിന്? ഹാലലിയ. ഈ കഴിഞ്ഞ ആഴ്ച ആ പിതാവ് വിളിച്ചേച്ച് പറഞ്ഞു, ഗോശുബ്രവനോട് കാര്യം പറയാനുണ്ട്. മറ്റൊന്നുമല്ല, കഴിഞ്ഞ 2 മാസമായി എൻ്റെ മകൾ പ്രഗ്നന്റ് ആണ്. ആൺപൈതലും പെൺപൈതലുമാണെന്ന് തിരിച്ചറിഞ്ഞു. എത്ര സന്തോഷമാണ്. ദൈവം ആലോചന തരുന്നത്. എന്തിനാണ് ഇത് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് പകൽക്കാലം ഇനിയുള്ള സമയത്ത് നിങ്ങളുടെ വിഷയങ്ങൾക്ക് ദൈവം മറുപടി നൽകും. ദൈവനാമത്തിന് വേണ്ടി പറയുന്നത്. ദൈവം നമ്മൾ കൂടെ പ്രവർത്തിക്കുന്നത്. നോർത്ത് ഇന്ത്യയുടെ പ്രദേശത്ത് വലിയ സംഗതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോയിട്ടുള്ളവർക്കറിയാം. അവിടെ ചെന്ന് ഒരു വചനം പറഞ്ഞാൽ അവിടെ അത്ഭുതങ്ങൾ നടക്കും. നമ്മളെക്കാൾ റിസപ്റ്റീവാണ് കേരളക്കാർ. നാളുകളോട് ഇത് കേൾക്കുന്നതുകൊണ്ട് എല്ലാം അങ്ങ് എന്താണ്, മുള്ളുപിരിക്കൽ കയറിയിട്ട് അതിന്റെ മുള്ളെല്ലാം തീർന്ന പോലെ ആയിത്തീർന്നിരിക്കുക. മനസാക്ഷി കുത്തില്ലാത്തവരായിട്ട്, സമർപ്പണമില്ലാത്തവരായി തീർന്നിരിക്കുക. എന്നാൽ ആദ്യ സ്നേഹത്തിലേക്ക് ഞാനും നിങ്ങളും മടങ്ങി വരണം. അതുകൊണ്ട് അത്ഭുതങ്ങൾ അടയുമ്പോൾ, അതുകൊണ്ട് നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ വളരെ അത്ഭുതകരമാണ്. നിങ്ങളൊക്കെയും പോകണം. മത്തായി സാറ് എല്ലായിടത്തും പോകുന്നു. ഇപ്പൊ എന്തുകൊണ്ട് കാനഡ ഇരുന്നുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നു. ആ ദാസൻ കിടന്ന് ഓടുകയാണ്. ഇതിന് കൂടെ ഓടാൻ ആളുകൾ വേണം. വെറുതെ പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ. നിങ്ങൾക്ക് കഴിവ്, ആരോഗ്യം ഉണ്ടെങ്കിൽ കൂടെ പോകണം, പ്രവർത്തിക്കണം. എല്ലാ റിസോഴ്സുകളും. കാരണം രാത്രി കഴിവാറായി, പകല് ഏറ്റവും സമീപിച്ചിരിക്കുക. അതോടൊപ്പം തന്നെ ഒരു സൈഡിൽ അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതികളെ മൂടുകയാണ്. എന്നാൽ നമ്മുടെ മേൽ പ്രകാശം ഉദിപ്പിക്കണം. സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. അതുകൊണ്ട് സുവിശേഷത്തിൽ പങ്കാളികളായി തീരണം. സുവിശേഷം അറിയിക്കണം. നമ്മിൽ ദൈവത്തിന്റെ ശക്തിയെ പ്രാപിക്കണം, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. അത് എല്ലാവർക്കും ഉള്ളതാണ്. ഇന്ന ഒന്നുമില്ല. അത് എല്ലാവർക്കും യേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ച് വീണ്ടും തന്നെ പ്രാപിച്ചവർക്ക് ദൈവം നൽകുന്നതാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളെ എല്ലാവരും പ്രാപിക്കണം. കർത്താവിനോട് പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് ഓർപ്പിച്ചത് മാത്രം. നമ്മുടെ വചനത്തിലേക്ക് നാം പ്രവേശിക്കാം. ലാസ്റ്റിലായിട്ട് നമ്മൾ ചിന്തിച്ച എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണ് ഹാലലി, മനുഷ്യരുടെ, അതായത് പുറമേ നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ആകസ്മികമായിട്ടും അല്ലാതെയും സമകാലിക അനർത്ഥ സംഭവങ്ങൾ ഒരുപാട് നടക്കുന്നു. ദൈവിക മുന്നറിയിപ്പാണ്. എന്നാൽ അനർത്ഥ സംഭവങ്ങൾ പുറമേ മാത്രമല്ല, മനുഷ്യ ജീവിതത്തിലും അനർത്ഥ സംഭവങ്ങൾ നടന്നിരിക്കുക. മനുഷ്യന്റെ സ്വഭാവം ആകെ മാറിയിരിക്കുക. അത് നമ്മൾ മറക്കരുത്. ഇന്ന് മനുഷ്യന്റെ സ്വഭാവം മാറിയിരിക്കുകയാണ്. കല്ലുപോലുള്ള ഹൃദയത്തിലേക്ക് ആയിത്തീർന്നിരിക്കുകയാണ്. കാരണം ഇതിന്റെ എല്ലാം പ്രവൃത്തി പിശാചാണ് ചെയ്തത്. അതുകൊണ്ട് ഇന്ന് ഇതിൽ സംബന്ധിക്കുന്നവരും ഒരു ഓപ്പൺ മൈൻഡോടുകൂടെ ആയിരിക്കണം. നല്ല ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ ദൈവത്തെ കാണും. അതുകൊണ്ട് ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. എന്ന് ചില വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. അതായത് സഭാപ്രസംഗി 7:29, നിങ്ങൾ കഴിവുള്ളവരൊക്കെ വാക്യങ്ങൾ വേഗത്തിൽ പറയുമ്പോൾ നിങ്ങൾ അത് എടുക്കണം. ഇടയ്ക്ക് നിങ്ങളോട് പറയാൻ സമയമുണ്ടെങ്കിൽ പെട്ടെന്ന് വായിക്കണം. വേദപുസ്തകം, തുറന്ന വേദപുസ്തകം വലിയ അനുഗ്രഹമാണ്. എല്ലാ രാവിലെ നിങ്ങൾ സംബന്ധിക്കുമ്പോൾ നിങ്ങൾ സംബന്ധിക്കണം. മനോഹരമായ എന്താണ് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ വായിച്ചല്ലോ, വാഗ്ദത്തങ്ങളുടേതായ ആ ഭാഗമാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സഭാപ്രസംഗി 7:29 വായിക്കുന്നു, ഒരു കാര്യം മാത്രം ഞാൻ കണ്ടിരിക്കുന്നു. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം മനുഷ്യനെ നേരുള്ളവനായി സൃഷ്ടിച്ചു. എന്നിട്ട് അടുത്ത എന്താ അറിയാവോ? അവരോ അനേകം സൂത്രങ്ങളെ അന്വേഷിച്ചു വരുന്നു.
Truly, this only I have found, that God made man upright, but they have sought out many schemes. ദൈവം മനുഷ്യനെ നേരുള്ളവനായി സൃഷ്ടിച്ചു. വേറൊരു മലയാളം ട്രാൻസ്ലേഷൻ, പുതിയ ട്രാൻസ്ലേഷൻ ഇങ്ങനെ അറിയപ്പെടുത്തില്ല, ഞാൻ കണ്ടെത്തിയത് ഇത് മാത്രം, ദൈവം മനുഷ്യനെ പരമാർത്ഥ ഹൃദയത്തോടെ സൃഷ്ടിച്ചു, അവനാകട്ടെ ദുരുപായകങ്ങൾ മെനയുന്നു. അതുകൊണ്ട് നോക്കണം, ദൈവം സൃഷ്ടിച്ച എല്ലാം ഭംഗിയാണ്. ഉൽപ്പത്തി പുസ്തകം വായിക്കാൻ നമുക്ക് കാണാൻ പറ്റും, എല്ലാം നല്ലതെന്ന് ദൈവം. മനുഷ്യനെ നിർമ്മിച്ചിട്ട് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം നല്ല ഹൃദയത്തോടെയാണ് മനുഷ്യനെ നിർമ്മിച്ചത്. ആദാമിനെയും ഔവയെയും നിർമ്മിച്ചത് വളരെ നല്ല ഹൃദയത്തോടെയാണ്, നേരുള്ളവരായിട്ടാണ് സൃഷ്ടിച്ചത്. അതുകൊണ്ട് എന്നെയും നിങ്ങളെയും കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നേരുള്ളവരായി തീരണം. നമ്മുടെ ജീവിതം നേരുള്ളതല്ലെങ്കിൽ, സത്യമുള്ളതല്ലെങ്കിൽ, കള്ളത്തരം പറയുന്നവരും ചതിവ് ചെയ്യുന്നവരൊക്കെ ആയിരുന്നിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടൊന്നും ഒരു ഗുണവും ഇല്ല. എത്ര പ്രസംഗം കേട്ടാലും, എത്ര പ്രാർത്ഥിച്ചാലും ഒരു പ്രയോജനമില്ല. ഞാനും നിങ്ങളും വിശുദ്ധനാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയും, ഞാൻ വിശുദ്ധനായിരിക്കും, നിങ്ങളും വിശുദ്ധരായിത്തീരും. ദൈവം മനുഷ്യനെ നിർമ്മിച്ച നേരുള്ളവനാണ്. എന്നാൽ മനുഷ്യൻ എന്ത് വെച്ചാൽ അനേകം ഡിവൈസസ്, സൂത്രങ്ങളെ, കണ്ടുപിടുത്തങ്ങളെ നടത്തിക്കൊണ്ടിരിക്കുക. മെനി ഇൻവെൻഷൻസ് എന്നാണ് അമേരിക്കൻ സ്റ്റാൻഡേർഡ് വേർഷനിൽ പറയുന്നത്. ബിഹോൾഡ് ദിസ് ഓൺലി ഹാവ് ഐ ഫൗണ്ട്, that God made man upright, but they have sought many inventions. അപ്പോൾ പുറമേ കാണുന്ന ഇൻവെൻഷനുകൾ മാത്രമല്ല, മനുഷ്യനെ എങ്ങനെ കള്ളത്തരം കാണിക്കാം, എങ്ങനെ തെറ്റ് ചെയ്യാം, എങ്ങനെ കാപട്യം കാണിക്കാം, ഇതൊക്കെ മനുഷ്യൻ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക പിശാചിന്റെ സഹായത്തോടെ. നമ്മൾ അതിൽ വിടുതൽ പ്രാപിക്കും. സദൃശവാക്യം 21:30 വായിക്കുന്നു, എന്നാൽ ഓർക്കണം, യഹോവയ്ക്കെതിരെ ജ്ഞാനവുമില്ല, ബുദ്ധിയുമില്ല, ആലോചനയുമില്ല. അതുകൊണ്ട് മനുഷ്യ സ്വഭാവത്തിന് ഇന്ന് വന്നിരിക്കുന്നതാണ് ഏറ്റവും വലിയ ഡിസാസ്റ്റർ. ഇന്ന് ലോകത്തിന്റെ പ്രശ്നങ്ങളുടെ കാരണം മനുഷ്യന്റെ സ്വഭാവത്തിന് മാറ്റം വന്ന് ദൈവത്തെ മാറ്റിവെച്ച് ഇസ്രായേൽ ജനം അന്ന് ബിംബാരാധികളായി തീർന്ന പോലെ ഇന്ന് മറ്റു പലതിനുമാണ് പ്രയോറിറ്റീസ്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കാത്തത്. ഇന്ന് പകൽക്കാലം ഇത് സംബന്ധിക്കുന്നവരുടെ മേൽ ദൈവത്തിന്റെ അത്യന്തം പരമായ ശക്തി വ്യാപരിക്കട്ടെ. ഇന്നൊരു പുതുക്കത്തിന്റെ പകൽക്കാലമായി തീരട്ടെ. ഒരു മാനസാന്തരത്തിന്റെ അനുഭവം കടന്നു വരട്ടെ, അനുഗ്രഹം വരട്ടെ, സൗഖ്യം വരട്ടെ ശരീരത്തെ. അതുകൊണ്ടാണ് യോഹന്നാൻ 3-ാം ലേഖനത്തിൽ പറയുന്നുണ്ട്, പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്ന പോലെ നീ സകലത്തിലും ശുഭമായി സുഖമായിരിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് ആദ്യം ആത്മാവ് ശുഭമാകണം, എങ്കിലേ മനസ്സും ശരീരവും ജീവിതത്തിന്റെ സാഹചര്യങ്ങളും ശുഭമായി തീരത്തുള്ളൂ. ദൈവമായുള്ള ബന്ധം വേണം ആദ്യം കറക്റ്റായി തീരുവാൻ. ദൈവത്തോട് നിരപ്പ് തരുവാനാണ് പുത്രൻ ലോകത്തിലേക്ക് വന്നത്. അത് ഞാനും നിങ്ങളും പിതാവായ ദൈവത്തോട് നിരപ്പ് പ്രാപിക്കണം. ഇന്ന് നിരപ്പോടുകൂടെ ദൈവത്തിൽ ആയിരിക്കുമെങ്കിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഇന്ന് എന്റെ അനുഗ്രഹത്തിന്റെ പാൽക്കാലമാണെന്ന് ആര് വിശ്വസിപ്പാൻ നല്ല മനസാക്ഷി ആർക്കൊക്കെ ഉണ്ടോ, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ദൈവം ഒരു അത്ഭുതം പ്രവർത്തിച്ചിരിക്കും. എത്ര വിഷയത്തിന് മേൽ നിങ്ങൾ ഭാരപ്പെടുന്നു, ഇന്നൊരു വിടുതലിന്റെ പകൽക്കാലമാണ്. അത് ഏറ്റെടുക്കുക. കർത്താവേ, അവിടെ തന്നെ എന്നെ താഴ്ത്തുന്നു, എന്നെയും എന്റെ കുടുംബത്തെയും എന്റെ വിഷയങ്ങളെയും അവിടുന്ന് ഏറ്റെടുക്കണമേ. ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേൽ, ദേശത്തിന് മേൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന്, അതുകൊണ്ടാണ് എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്നത്. എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി ദൈവത്തിന്റെ മുഖം അന്വേഷിച്ച് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ അവരെന്ത് ചെയ്യും? സ്വർഗത്തിൽ നിന്ന് കേട്ട് ദേശത്തിന് സൗഖ്യം വരുത്തും. നമ്മുടെ ദേശത്തിന് സൗഖ്യം വരുത്തുവാൻ തക്കണം ആദ്യം ഞാനും നിങ്ങളും ശരിയാകണം. അപ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. അല്ലെ, ദുഷ്ടന്മാരുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല, നീതിമാന്മാരുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു എന്ന് ആ കുരുടനായ മനുഷ്യൻ പറഞ്ഞത് ഞാനും നിങ്ങളും മറന്നു പോകരുത്. അതുകൊണ്ട് നല്ല മനസാക്ഷിയുള്ളവരായിട്ട്, അതുകൊണ്ട് ദൈവത്തിനെതിരായിട്ട്, യഹോവയ്ക്കെതിരെ ജ്ഞാനവും ഇല്ല, ബുദ്ധിയില്ല, ആലോചനവും ഇല്ല. അതുകൊണ്ട് സൂത്രബുദ്ധി എന്ന് ദൈവത്തിന് നേരെ എടുക്കുവാനായിട്ട് ആരും ശ്രമിക്കരുത്. ഈ ദൈവത്തിനെതിരായിട്ട് ഹല്ലേലൂയ ഒരു ബുദ്ധിയുമില്ല, ആലോചനയുമില്ല. അതുകൊണ്ട് ഓർത്തോളം, ദൈവം നമ്മോട് കൂടെയുണ്ട്. ജാതികൾ നമ്മളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുമ്പോൾ യെശയ്യാപ്രവചനം 8-ാം അധ്യായത്തിന്റെ 9-10 വാക്യത്തിൽ വായിക്കുന്നു, ജാതികളെ കലഹിപ്പീൻ, തകർന്നു പോകുവീൻ, സകല ദൂരദിക്കുകാരുമായുള്ളവരെ ശ്രദ്ധിച്ചു കൊള്ളുവീൻ, അരകെട്ടിക്കൊള്ളുവീൻ, തകർന്നു പോകുവീൻ, അരകെട്ടിക്കൊള്ളുവീൻ, തകർന്നു പോകുവീൻ, കൂടി ആലോചിച്ചു കൊള്ളുവീൻ, അത് നിഷ്ഫലമായി തീരും. കാര്യം പറഞ്ഞ് ഉറപ്പിപ്പീൻ, സാധ്യമുണ്ടാകയില്ല, കാരണം ദൈവം ഞങ്ങളോടുകൂടെയുണ്ട്. ഇസ്രായേലിന് ദൈവം കൊടുത്തിരിക്കുന്ന അനുഗ്രഹം അതാണ്. ജാതികൾ വന്ന് ഇന്നും അനേക ജാതികൾ വന്ന് അവരുടെ സർവ്വശക്തി ഉപയോഗിച്ച് ഇസ്രായേലിനെ നശിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ ദൈവത്തിന്റെ വചനം പറയും, നിങ്ങൾ എന്തോ വേണമെങ്കിലും ശ്രമിച്ചോ, പക്ഷെ ദൈവം ഞങ്ങളോടുകൂടെയുണ്ട്. അതുകൊണ്ട് ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ അത് മാത്രം മതി പ്രിയമുള്ളവരെ. അതുപോലെ യിരെമ്യാ പ്രവചനം 9:23 വാക്യത്തിൽ വായിക്കുന്നു, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്താണ്? ഞാൻ ഇതെന്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്. അതുകൊണ്ട് ദൈവമക്കൾ ഓർത്തോളം, ഒന്നിലും പ്രശംസിപ്പാൻ ആരുമില്ല. വലിയ ജ്ഞാനികളും ബുദ്ധിമാന്മാരും ആണെങ്കിലും അതിലൊന്നും പ്രശംസിപ്പാനില്ല. ഈ ലോകത്തിന്റെ ജ്ഞാനം ദൈവത്തിന്റെ ഭോഷത്വമാണ്. ഞാൻ ഇതെന്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്, ബലവാൻ തന്റെ ബലത്തിൽ പ്രശംസിക്കരുത്.
ധനവാൻ തന്നെ തരത്തിലും പ്രശംസിക്കരുത്. പിന്നെ എന്താണ്? പ്രശംസിക്കുന്നവനോ യഹോവയായ ഞാൻ ഭൂമിയിൽ ദയയും ന്യായവും നീതിയും പ്രവർത്തിക്കുന്നു എന്നിങ്ങനെ എന്നെ ഗ്രഹിച്ചറിയുന്നതിൽ തന്നെ പ്രശംസിക്കട്ടെ. അതുകൊണ്ട് ഒറ്റ കാര്യമായിരിക്കണം ദൈവമക്കളുടെ പ്രശംസാ വിഷയം, ദൈവത്തെ ഗ്രഹിച്ച് അറിയുന്നതായിരിക്കണം. മോശ പ്രാർത്ഥിച്ച അതാണ്, തിരുസാന്നിധ്യം ഞങ്ങളോട് പുറപ്പെടുന്നെങ്കിൽ ഞങ്ങളെ ഇവിടുന്ന് അയക്കരുത്. മോശ എപ്പോഴും ആഗ്രഹിച്ചതാണ്, ഞാനും നിങ്ങളും ആഗ്രഹിക്കും, ദൈവമേ അവിടുത്തെ സാന്നിധ്യം വേണം. ഞാൻ പലപ്പോഴും അങ്ങോട്ട് സംസാരിക്കുന്നവരാ, എന്നാൽ ദൈവം നമ്മോട് ഇങ്ങോട്ട് സംസാരിക്കുന്നത് കേൾക്കാൻ അനേകർക്കും ചെവിയില്ലാതെയായി പോകുന്നു. എന്നാൽ ദൈവത്തിന്റെ സാന്നിധ്യം, സ്നേഹിതരോട് സംസാരിക്കുന്ന പോലെ അബ്രഹാമിനോട് സംസാരിച്ച ദൈവം ഇന്നും ദൈവമക്കളോട് സ്നേഹിതരോട് സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്നവനാണ്. ദൈവശബ്ദം കേൾക്കുന്നവരായി ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവരും തീരണം. ഇന്നൊരു തീരുമാനം എടുക്കണം, കർത്താവ് എനിക്ക് അങ്ങയുടെ ശബ്ദം കേൾക്കണം. എന്റെ ശബ്ദം അങ്ങോട്ട് കേൾപ്പിച്ചാൽ മാത്രം പോരാ, എന്റെ പ്രാർത്ഥനയെല്ലാം അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരുന്നാൽ പോരാ, അവിടുത്തെ ശബ്ദം എനിക്ക് കേൾക്കാം. അതുകൊണ്ട് നമ്മുടെ പ്രശംസ അതായി തീരണം. പ്രശംസിക്കുന്നതിനോ യഹോവയായ ഞാൻ ഭൂമിയിൽ ദയയും ന്യായവും നീതിയും പ്രവർത്തിക്കുന്നു എന്നിങ്ങനെ എന്നെ ഗ്രഹിച്ചറിയുന്നതിൽ തന്നെ പ്രശംസിക്കട്ടെ. ദൈവത്തിന്റെ ദയയും ദൈവത്തിന്റെ നീതിയും ദൈവത്തിന്റെ കരുണയും ഓരോ ദിവസവും നമുക്ക് തരുന്നത് ഓർത്ത് അതിൽ വേണം നാം പ്രശംസിപ്പാനായിട്ട്. ദൈവത്തെ ഗ്രഹിച്ചറിയുന്നതിൽ പ്രശംസിക്കട്ടെ. ഇതിലല്ലോ എനിക്ക് പ്രസാദമുള്ളത് എന്ന് യഹോവയുടെ അരുളപ്പാട്. ഓർത്തോണം, ഈ ദൈവത്തിന് പ്രസാദമുള്ളത് ദൈവത്തെ അറിയുന്നില്ല, വേറൊന്നിലും ദൈവത്തിന് പ്രസാദമില്ല. 1 കൊരിന്ത്യർ 3-ാം അധ്യായം 19-20 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഈ ലോകത്തിന്റെ ജ്ഞാനം ദൈവസന്നിധിയിൽ പോഷത്വമത്രേ, അവൻ ജ്ഞാനികളെ അവരുടെ കൗശലത്തിൽ പിടിക്കുന്നു, അവരുടെ സൂത്രബുദ്ധിയിൽ ദൈവം അവരെ പിടിക്കുന്നു. പിന്നെ എന്താണ്? കർത്താവ് ജ്ഞാനികളുടെ വിചാരം വ്യർത്ഥമെന്നറിയുന്നു എന്നും എഴുതിയിരിക്കുക. അതുകൊണ്ട് ജ്ഞാനികളുടെ വിചാരം, ഈ ലോകത്തിൻ്റെതായ വിചാരമൊക്കെ വ്യർത്ഥമാണ് ദൈവം പറയും. യെശയ്യാപ്രവചനം 55:6 വായിക്കുന്നു, യഹോവയെ കണ്ടെത്താകുന്ന സമയത്ത് അവനെ അന്വേഷിപ്പീൻ, അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പീൻ. ഇത് രാവിലെ സമയം ദൈവസന്നിധിയിൽ നിങ്ങൾ നാം ആയിരിക്കുമ്പോൾ എന്ത് വേണം? യഹോവയെ കണ്ടെത്താകുന്ന സമയമാണ്, മറക്കരുത്. അപ്പോൾ വേണം ദൈവത്തെ അന്വേഷിപ്പാൻ. അവൻ അടുത്തിരിക്കുന്ന സമയമാണ്. അതിരാവിലെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവം അടുത്തിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് അവരെ വിളിച്ചപേക്ഷിച്ചോണം. ഓർത്തുകൊള്ളണം, ദൈവം സമീപസ്ഥനായി, ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ പ്രസാദം നമ്മുടെ മേലുള്ള സമയത്ത് ഈ ദൈവത്തെ അന്വേഷിക്കുന്നവരായി തീരണം. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. EGM-ന്റെ പല ഡിസ്പ്ലേയിലും ഞാൻ കണ്ട് എന്താണ്? സബ്കോ ശിക്ഷ സബ്കോ മക്കാൻ. ഹല്ലേലൂയ. എത്ര നല്ല ഐഡിയാസ് ആണ് ദൈവം നൽകിയിരിക്കുന്ന. ഹല്ലേലൂയ. എന്താണ്? ഓരോരുത്തർക്ക് പോയി പ്രവർത്തിക്കുമ്പോൾ വെറുതെ സുവിശേഷം അറിയിച്ചേച്ച് കുറച്ച് പേരെ എന്താണ് സഭയോട് ചേർക്കുക, അതൊക്കെ പിന്നെ അങ്ങ് ഛിദ്രമായി പോകും. എന്നാൽ എന്താണ്? സബ്കോ ശിക്ഷ, എല്ലാവർക്കും എന്തുകൊണ്ട് വിദ്യാഭ്യാസം കൊടുക്കുക, ഏറ്റവും ആവശ്യമാണ്. അവർ വിദ്യാഭ്യാസം പ്രാപിച്ചാൽ അവരനുഗ്രഹം. രണ്ടാമത് ഏറ്റവും വേറെ ഒരു സംഘടനകളും ഞാൻ കണ്ടിട്ടില്ല. എന്താണ്? സബ്കോ മക്കാൻ, അത് ഏറ്റവും ആവശ്യം. അവർക്കൊരു ഭവനമില്ലാത്തവർക്കൊരു ഭവനം പഴിഞ്ഞു കൊടുക്കുമ്പോൾ അവരൊരു പെർമനന്റ് ആയി, അവർ ദൈവത്തിന് സ്വന്തമായി. അതുകൊണ്ട് ഇതൊക്കെ ഞാനും നിങ്ങളും മറക്കരുത്. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. വീണ്ടും നമ്മൾ ചിന്തിച്ചതായ ആ ഭാഗങ്ങളിലേക്ക് നാം കടന്നു വരികയാണ്. ഒന്നാമത് നാം ചിന്തിച്ചു, ഇതിനെല്ലാം നാം ഓടി രക്ഷപ്പെടുവാനായിട്ട് എന്ത് ചെയ്യണം? നാം ഭയപ്പെടാത്തവരായിരിക്കണം. അതിന്റെ വാക്യങ്ങൾ നാം വായിച്ചു. എന്റെ ദാസനായ യാക്കോബേ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിന്നെ ചിതറിച്ചു കളഞ്ഞ സകല ജാതികളെയും ഞാൻ മുടിച്ചു കളയും, എങ്കിലും നിന്നെ ഞാൻ മുടിച്ചു കളയില്ല. ഞാൻ നിന്നെ ന്യായമായി ശിക്ഷിക്കും, നിന്നെ ശിക്ഷിക്കാതെ വിടുകയില്ലെന്നും കഴിഞ്ഞ ദിവസം ചിന്തിച്ചു. പിന്നെ എന്താണ് അടുത്തതായി? ട്രസ്റ്റ് ഇൻ ഗോഡ് ടോട്ടലി ആൻഡ് കംപ്ലീറ്റ്ലി. ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കുന്നത് എങ്ങനെയായിരിക്കണം? പൂർണ്ണമായിട്ട് ആശ്രയിക്കണം. ദൈവമക്കൾ പൂർണ്ണമായി ആശ്രയിക്കുവാൻ പഠിക്കാത്തതുകൊണ്ടാണ് പ്രശ്നം. പത്രോസ് കർത്താവിന്റെ വാക്ക് കേട്ട് എന്ത് ചെയ്തു? ഞാനും വരട്ടെ ചോദിച്ചു, ഇറങ്ങി വരാൻ പറഞ്ഞു. അവൻ കടലിന്റെ മീതെ നടന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് അവൻ താഴാൻ പോയി. എന്താണ്? കാറ്റ് കണ്ട് പേടിച്ചെന്നാ. കർത്താവിനെ കണ്ടേച്ച് ബലപ്പെടുകയല്ലേ ചെയ്ത്, കാറ്റ് കണ്ട് പേടിച്ചു. നമ്മൾ പത്രോസിനെ കുറ്റം പറയാൻ നമുക്ക് ഒരവകാശമില്ല. കാരണം എത്രയോ വലിയ വിശ്വാസിയാണ്. ബാക്കിയുള്ളവരൊന്നും കടലിലോട്ട് ഇറങ്ങിയില്ല. അതുകൊണ്ട് ഏറ്റവും വിശ്വാസത്തോടെ കർത്താവിൽ വിശ്വസിച്ചിറങ്ങിയതിനാണ്. എന്നാൽ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കിന് കാറ്റ് കണ്ട് ഭയപ്പെട്ടവൻ മുങ്ങുവാൻ തുടങ്ങി. മുങ്ങിപ്പോകാൻ അനുവദിച്ചില്ല. കാരണം അവൻ തന്നെ പറഞ്ഞു, കർത്താവ് എന്നെ സഹായിക്കണമെന്ന് നിലവിളിച്ചപ്പോൾ കർത്താവ് കരം നീട്ടി അവനെ പിടിച്ചു. അതുകൊണ്ട് ഓർത്തുകൊണ്ട് ഈ ദൈവത്തിൽ എപ്പോഴും ആശ്രയിക്കണം, പൂർണ്ണമായി ആശ്രയിക്കണം. യെശയ്യാപ്രവചനം 26:3-4 വാക്യങ്ങളിൽ ഞാൻ വായിക്കുന്നു, എന്താണ്? സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കുന്നുണ്ട്, നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. മറക്കാതെ കാണാതെ പഠിക്കേണ്ട വാക്യങ്ങളാണ് ഇതൊക്കെ. അവകാശം പറഞ്ഞ് പ്രാർത്ഥിക്കണം. എന്താണ്? സ്ഥിരമാനസരായി തീരണം.
അസ്ഥിരമാനസരായിട്ടുള്ളവർക്കൊന്നും അനുഗ്രഹം പ്രാപിപ്പാൻ കഴിയില്ല. യാക്കോബ് തന്നെ ലേഖനത്തിൽ പറയുന്നുണ്ട്, സംശയിക്കുന്ന കാറ്റിനാൽ ഉലയുന്ന ഓട പോലെയാണ് അവൻ ദൈവത്തിൽ ഒന്നും പ്രാപിക്കയില്ല. അതുകൊണ്ട് അനേകർക്ക് ഒന്നും പ്രാപിക്കാൻ കഴിയാത്തത് ഈ ദൈവത്തിൽ ആശ്രയിക്കാത്തതുകൊണ്ടാണ്. ഞാൻ നിങ്ങൾ സ്ഥിരമാനസരായി തീരണം. ദൈവം ദൈവമക്കളുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ അയക്കും. ഇയ്യോബിന് അയച്ചതുപോലെ പരീക്ഷണങ്ങൾ അയക്കും. എന്താണ് എന്റെയും നിങ്ങളുടെ വിശ്വാസം ഉറപ്പാണ്. അബ്രഹാം എങ്ങനെയാണ് വിശ്വാസികളുടെ പിതാവായി തീർന്നത്? അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ചു. തന്റെ സ്നേഹിതനായ അബ്രഹാമിനെ പരീക്ഷ എന്നിട്ട് പറയും, നിന്റെ മകനായ നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ കൊണ്ടുപോയി യാഗം കഴിക്കാൻ പറഞ്ഞു. അബ്രഹാം ആരോടും ചോദിച്ചില്ല, സാറയോട് ചോദിച്ചതെങ്കിൽ സാറ പറഞ്ഞേനെ. ഹാഗാറിന്റെ ആ ബുദ്ധി പറഞ്ഞു കൊടുത്ത് സാറ പറഞ്ഞു, ഒരു കാരണവശാലും ഞാൻ സമ്മതിക്കത്തില്ല, ഇങ്ങനെ പോയി വേറെ പണി നോക്കിക്കോന്ന് സാറ പറഞ്ഞേനെയും. അതുകൊണ്ട് സാറയെ പോലും അറിയിക്കാൻ അതിരാവിലെ എഴുന്നേറ്റേച്ച് പോയി 3 ദിവസം നടക്കേണ്ടി വന്നു. ആ 3 ദിവസം തിരിഞ്ഞു പോകാനുള്ള എല്ലാ സാധ്യത ഉണ്ടായിരുന്നു. എന്നാൽ അബ്രഹാമിന്റെ സമർപ്പണം പൂർണ്ണമായിരുന്നു, അനുസരണം പൂർണ്ണമായിരുന്നു. അതുകൊണ്ട് എന്നിട്ട് ഒടുവിൽ പറയുന്നു, നീ നിന്റെ ഏകജാതനായ മകനെ തരാൻ മടിക്കായകൊണ്ട് നീ എന്നെ ഏറ്റവും സ്നേഹിക്കുന്ന ഞാൻ അറിയുന്നു, ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. അതുകൊണ്ട് ദൈവത്തോട് നമ്മൾ അങ്ങനെ ചേർന്നിരിക്കണം, സ്ഥിരമാനസരായിരിക്കണം. സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കുന്നുണ്ട്. എന്റെയും നിങ്ങളുടെയും ദൈവത്തിലുള്ള ആശ്രയം സ്ഥിരതയുള്ള ആശ്രയമായിരിക്കണം. അങ്ങനെ ആശ്രയം വെച്ചിരിക്കുന്നുണ്ട് നീ അവനെ, അല്ലെങ്കിൽ ദൈവം അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. ഇന്ന് സമാധാനം അനേകർക്ക് ഇല്ലാത്തതിന്റെ കാരണം എന്താണ്? സ്ഥിരമാനസരായി ദൈവത്തിൽ ആശ്രയിക്കാത്തതുകൊണ്ടാ. ഇന്ന് കേൾക്കുന്ന ആർക്കെങ്കിലും സമാധാനം നഷ്ടപ്പെട്ടിരിക്കുകയാണോ? പ്രശ്നങ്ങൾ ഓർത്ത്, ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ ഓർത്ത് നിങ്ങൾ അസമാധാനപ്പെടരുത്. എല്ലാ സാഹചര്യത്തിലും വിടുവിക്കാൻ ദൈവത്തിന് കഴിയും. മാരക രോഗത്തിൽ വിടുവിക്കാൻ കഴിയും. അടുത്ത ആഴ്ച 4 ദിവസത്തിന് 5 ദിവസത്തിന് മരിക്കുമെന്ന് പറഞ്ഞ സ്ഥാനത്ത് നിന്ന് മടക്കി കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയും. പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം സൗഖ്യത്തിന്റെ പകൽക്കാലമാണ്. നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും ദൈവം സൗഖ്യം തരും. നിങ്ങളുടെ കെട്ടുകൾ അഴിഞ്ഞു പോകുക. നിങ്ങളോട് പോരാടുന്ന കെട്ടുകൾ ഈ സമയം യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു പോകട്ടെ. ഇന്ന് അനുഗ്രഹത്തിന്റെ പകൽക്കാലമായി തീരട്ടെ. സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കുന്നുണ്ട്, നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. എന്നിട്ട് എന്താണ്? യഹോവയാം യാഹിൽ ശാശ്വതമായ ഒരു പാറ ഉള്ളതിനാൽ യഹോവയിൽ എന്നേക്കും ആശ്രയിപ്പീൻ. അതുകൊണ്ട് ഒരു ദിവസം 2 ദിവസം ആശ്രയിച്ചാൽ പോരാ, യഹോവയിൽ എന്നേക്കും ആശ്രയിക്കണം. ഹല്ലേലൂയ. യു വിൽ കീപ് ഹിം ഇൻ പെർഫെക്റ്റ് പീസ് whose mind is stayed on you because he trusts in you. Trust in the Lord forever, for in Yah the Lord is the everlasting strength. ദൈവത്തിലാണ് പൂർണ്ണമായ ശക്തി ഉള്ളത്. സദൃശവാക്യം 3:5 വായിക്കുന്നു, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക. പകുതി ഹൃദയത്തോടെ അല്ല, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക. സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. സ്വന്തം ബുദ്ധിയൊക്കെ കടന്നു വരും, അങ്ങനെ ചെയ്യേ ഇങ്ങനെ ചെയ്യേ. ഇന്ന് മനുഷ്യൻ എങ്ങനെയൊക്കെയാണെന്നറിയാം, ഏത് കാര്യത്തിലും സ്വന്തമായിട്ട് അങ്ങ് തീരുമാനം. മക്കളെ ഇന്നടത്ത് പഠിപ്പിക്കുക, ഇന്നടത്ത് വിടുക, എന്നിട്ട് അങ്ങ് പ്രാർത്ഥിച്ചോളുക. എന്നാൽ നിന്റെ മക്കളെ കുറിച്ച് ദൈവത്തിന്റെ ഉദ്ദേശം അതാണെന്ന് ആദ്യം ദൈവത്തോട് ചോദിക്കണം. ഇന്ന് UK പോയൊരു വലിയ പ്രശ്നത്തിലാണ്. കാനഡയിൽ പോകുന്നവര് ദൈവത്തിന്റെ ആലോചന പ്രകാരം എവിടെ പോയാലും അവിടെ അനുഗ്രഹമുണ്ട്. എന്നാൽ നീ ഒരു പദ്ധതി ഉണ്ടാക്കി വെച്ചാൽ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചേക്കിട്ട് ഇതങ്ങ് അപ്രൂവ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്ലൈ നോ റിപ്ലൈ എന്നുള്ള അവസ്ഥയാണ് കടന്നു വരുന്നത്. അനേകർ കുഴഞ്ഞു കിടക്കാൻ കാരണം എന്താണ്? ദൈവത്തിൽ ആശ്രയിക്കാത്തതുകൊണ്ട്. ഇവിടെ പറയുന്നു പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. ദൈവമക്കളെ, ഞാൻ നിങ്ങൾ ഓർക്കണം, മനുഷ്യന്റെ ബുദ്ധി കടന്നു വരാൻ സാധ്യതയുണ്ട്. അനേക സൂത്രങ്ങൾ കടന്നു വരാൻ സാധ്യതയുണ്ട്. പിശാച് അനേക ചിന്തകൾ കൊണ്ടുവരും. പിശാച് പ്രവർത്തിക്കുന്നത് ചിന്താമണ്ഡലത്തിലാണ്. ഹൗവയുടെ ചിന്താമണ്ഡലത്തിൽ പിശാചിന് പ്രവർത്തിക്കാൻ കഴിഞ്ഞതുകൊണ്ട് മനുഷ്യരാശി നഷ്ടപ്പെട്ടു. ഇന്ന് ഓർത്തുകൊള്ളും, ചിന്താമണ്ഡലത്തിൽ ശത്രു പ്രവർത്തിപ്പാൻ സമ്മതിക്കരുത്. സ്വന്തം വിവേകത്തിൽ ആലോചനയിൽ ഊന്നരുത്. പിന്നെന്ത് വേണം? പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കണം. ഹല്ലേലൂയ. എന്നിട്ട് അടുത്ത വാക്യം പറയുന്നു, നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. ഹല്ലേലൂയ. എല്ലാ വഴികളും ദൈവത്തെ നനയ്ക്കണം. ചെറിയ വിഷയത്തിന് മേലും വലിയ വിഷയത്തിന് മേലും യാത്ര പുറപ്പെടുമ്പോൾ, വാഹനം ഓടിക്കുമ്പോൾ എല്ലാം ദൈവത്തിൽ ആശ്രയിക്കണം. എത്രയോ പേര് ലോകത്തിൽ നീക്കപ്പെടുന്നു. ഇന്നലെയും കേട്ട ഒരു സംഭവമാണ്. തിരുവല്ലയുടെ പ്രദേശത്ത് ചെറുപ്പക്കാരൻ 19 വയസ്സുള്ളതായ പയ്യൻ, ഹല്ലേലൂയ, മഴ സമയത്താണ്, ഹല്ലേലൂയ, റോഡിൽ കൂടെ ആൾക്കാർ കയറി വരുന്നു. അവരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വണ്ടി വെട്ടിച്ചു. ട്രാൻസ്പോർട്ട് ബസിന്റെ കീഴിൽ പോയി ആ മകൻ മരിച്ചുപോയി. ഹല്ലേലൂയ. എന്നെ കേൾക്കും ദൈവജനമേ, മരണം ഏത് സമയത്തിൽ ലോകത്തിൽ വരാം. എന്നാൽ മരണത്തിൽ, അനർത്ഥത്തിൽ നിന്ന് വിടുവിക്കാൻ ഞാനും നിങ്ങളും പ്രാർത്ഥിക്കണം. നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളണം. ഒരു യാത്രയ്ക്ക് പുറപ്പെടുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങണം. പ്രാർത്ഥന മാറ്റിവെച്ചിട്ട് ഒരു കാര്യവും ചെയ്യരുത്. മുൻപേ അവന്റെ രാജ്യം നീതി അന്വേഷിക്കണം. പ്രാർത്ഥിക്കാതെ ഒരു കാര്യം ചെയ്യരുത്. രാവിലെ പ്രാർത്ഥനാ സമയം മാറ്റിവെക്കണം.
ഇന്ന് ഇത്രയും നേരം ഇവിടെ ഇരുന്ന് വെച്ച് എല്ലാം പ്രാർത്ഥന കഴിഞ്ഞെന്ന് ആരും വിചാരിക്കരുത്. അവരുടെ പേഴ്സണൽ പ്രയറിന് വേണ്ടി അല്പസമയമെങ്കിലും എടുത്തോണം. ദൈവമായുള്ള ഒരു ഇന്റിമേറ്റ് റിലേഷൻഷിപ്പിന് സമയം ഉണ്ടായിരിക്കണം. നിന്റെ എല്ലാ വഴികളും അവനെ നനച്ചുകൊള്ളുക. അവൻ നിന്റെ പാതകളെ നേരെയാക്കും. അതുകൊണ്ട് നീ പോകുന്ന വഴിയൊക്കെ നേരെയാകണം എന്നുണ്ടെങ്കിൽ എല്ലാ വഴികളിലും ദൈവത്തെ നനച്ചുകൊള്ളണം. ട്രസ്റ്റ് ഇൻ ദ ലോർഡ് വിത്ത് ഓൾ യുവർ ഹാർട്ട് and lean not in your own understanding. Trust in the Lord with all your heart and lean not on your own understanding. In all your ways acknowledge him and he shall direct your path. എല്ലാ വഴികളിലും ദൈവത്തെ അക്നോളജ് ചെയ്തോണം, ദൈവത്തിന് മഹത്വം കൊടുത്തോണം. ഹല്ലേലൂയ. അടുത്തതായി മൂന്നാമതായി, make sure you have received and understood the message and warnings from God to you personally and the world around you. സമകാലികമായി നടക്കുന്ന എല്ലാ കാര്യങ്ങളും നാം മനസ്സിലാക്കണം. അതിൽ കൂടെ ദൈവം എന്തോ സംസാരിക്കുന്നു. അതുപോലെ വ്യക്തിപരമായി ദൈവം സംസാരിക്കുന്നത് തിരിച്ചറിയാൻ കഴിയണം. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടു പോകാതിരിക്കുന്നെങ്കിൽ, അന്ധകാരം ഭൂമിയെ മൂടിയിരിക്കുകയാണ്, അനർത്ഥകാലമാണ്, വല്ലാത്ത യുഗത്തിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. രക്ഷപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ ശബ്ദം കേൾക്കുമാറാകണം. ചുറ്റുപാടിൽ നിന്ന് നാം പാഠം പഠിക്കണം. പേഴ്സണലായിട്ട് ദൈവം സംസാരിക്കുന്നത് വാണിംഗ് ഒക്കെ തരും. ചില രോഗങ്ങൾ വാണിംഗ് നമുക്കറിയാം. ഡോക്ടർമാരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഇന്ന രോഗത്തിന്റെ ആരംഭമാണെന്ന് അവർ പറയും. കാരണം അതിന്റെ ലക്ഷണങ്ങളൊക്കെ ശരീരം കാണിക്കാൻ തുടങ്ങും. നമ്മുടെ ആത്മീയ ശരീരത്തിൽ കാണിക്കുന്ന ലക്ഷണങ്ങളെ തിരിച്ചറിയുവാൻ കഴിയണം. പിന്മാറ്റത്തിലായി തീരരുത്, അശുദ്ധിയിലായി തീരരുത്, വിശുദ്ധരായി ജീവിക്കണം. ദൈവം അതുമാത്രമാണ് ആദ്യം ആഗ്രഹിക്കുന്നത്. മുൻപേ നീ വിശുദ്ധനായി തീർന്ന് നീ ദൈവത്തോടടുത്ത് ജീവിക്കുക. പിന്നെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ ദൈവം തരും. നിന്നിലൊന്നുമില്ലാതെ പിന്നെ എന്തോ പകർന്നു കൊടുക്കാനാ? നിന്റെ പാത്രം നിറയണം, നിറഞ്ഞു കവിയണം. എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ഉള്ളിൽ നിന്നാണ് നദികൾ ഒഴുകേണ്ടത്. ആദ്യം ഉള്ളിൽ വേണം. ഹല്ലേലൂയ. ഹൃദയം നിറഞ്ഞു കവിയുന്നതല്ലോ വായ് പ്രസ്താവിക്കുന്നത്. അതുകൊണ്ട് ദൈവമക്കൾ വിശുദ്ധരായി തീരണം. മേക്ക് ഷുവർ യു ഹാവ് റിസീവ്ഡ് ആൻഡ് അണ്ടർസ്റ്റുഡ് ദ മെസ്സേജ് ആൻഡ് വാർണിംഗ്സ് ഫ്രം ഗോഡ് ടു യു പേഴ്സണലി ആൻഡ് ദ വേൾഡ് അറൗണ്ട് യു. ഹല്ലേലൂയ. സദൃശവാക്യം 4:20 മുതൽ 22 വാക്യം മതി. ഇങ്ങനെ വായിക്കുന്നു: മകനേ, എന്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക, എന്റെ മൊഴികൾക്ക് നിന്റെ ചെവി ചായിക്ക. അവൻ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകരുത്. നിന്റെ ഹൃദയത്തിന്റെ നടുവിൽ അവയെ സൂക്ഷിച്ചു വെക്കുക. അവയെ കിട്ടുന്നവർക്ക് അവ ജീവനും അവരുടെ സർവ്വദേഹത്തിനും സൗഖ്യമാണ്. നോക്കണം, ദൈവത്തിന്റെ വചനം നമ്മളുണ്ടെങ്കിൽ എല്ലാം ഉണ്ടാകും. കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നിൽ, എന്റെ വചനം നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഇച്ഛിക്കുന്ന എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് തരുമെന്നാ പറഞ്ഞത്. ദൈവത്തിന്റെ വചനമാണ് നമ്മെ സൗഖ്യമാക്കുന്നത്. ഇന്ന് ദൈവമക്കൾ എല്ലായ്പ്പോഴും ദൈവവചനം കൊണ്ട് തങ്ങളെ നിറയ്ക്കണം പ്രിയമുള്ളവരെ. അതുകൊണ്ടാണ് പറയുന്നത്, മകനെ, എന്റെ വചനങ്ങൾക്ക്, ദൈവത്തിന്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക, എന്റെ മൊഴികൾക്ക് ചെവി ചായിക്കുക. അവ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകരുത്. നിന്റെ ഹൃദയത്തിന്റെ നടുവിൽ അവയെ സൂക്ഷിച്ചു വെക്കണം. നിന്റെ ഏറ്റവും വലിയ നിധിയായി നിന്റെ ഹൃദയത്തിന്റെ നടുവിൽ വചനത്തെ സൂക്ഷിച്ചു വെക്കണം. അവയെ കിട്ടുന്നവർക്ക് അവ ജീവനും അവരുടെ സർവ്വദേഹത്തിനും സൗഖ്യമാകുന്നുണ്ട്. ദൈവവചനം കിട്ടുന്നവർക്ക് അത് ജീവനാണ്, സർവ്വദേഹത്തിനും സൗഖ്യമാണ്. അതുപോലെ തന്നെ ശിഷ്യത്വം ദൈവവചനം കൊണ്ട് അതിൽ നിലനിൽക്കുന്നത് കൂടെ മാത്രം. ഞാനും നിങ്ങൾ ദൈവത്തിന്റെ ശിഷ്യരായി നിലനിൽക്കാൻ കഴിയുന്നത് വചനത്തിൽ നിലനിന്നാൽ മാത്രമേ ഉള്ളൂ. യോഹന്നാന്റെ സുവിശേഷം 8:31-32 വാക്യങ്ങൾ വായിക്കുന്നു: തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, എന്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എന്റെ ശിഷ്യന്മാരായി. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിൽ നിലനിന്നാൽ മാത്രമേ ഞാനും നിങ്ങളും ശിഷ്യന്മാരായി തീരും. നാലാമതായിട്ട്, യേശുവാകുന്ന പെട്ടകത്തിനുള്ളിലാണെന്ന് ഞാനും നിങ്ങൾ ഉറപ്പാക്കണം. അനർത്ഥകാലങ്ങളിലായിരിക്കുകയാണ്. ലോക സംഭവങ്ങൾ അത് വിളിച്ചറിയിക്കുക. ചുറ്റും ജലപ്രളയമാണ്. വെള്ളത്തിന്റെ പ്രളയം മാത്രമല്ല, ജലപ്രളയം പോലെ അനർത്ഥങ്ങൾ എന്ത് സംഭവിക്കുന്ന ചുറ്റുപാട് ഞാനും നിങ്ങളുമായിരിക്കുന്നു. അതിന്റെ മധ്യത്തിൽ രക്ഷപ്പെടാൻ ഒരൊറ്റ മാർഗം മാത്രമേ ഉള്ളൂ. പെട്ടകത്തിൽ പ്രവേശിച്ചോണം. നോഹയും കുടുംബവും പെട്ടകത്തിൽ പ്രവേശിച്ച പോലെ, യോശുവ പറഞ്ഞതുപോലെ, ഞാനും എന്റെ കുടുംബവും ഞങ്ങളെ യഹോവയെ സേവിക്കും. യേശുവാകുന്ന പെട്ടകത്തിൽ, രക്ഷയുടെ പെട്ടകത്തിൽ പ്രവേശിക്കണം. രക്ഷയുടെ പെട്ടകത്തിലാണെന്നുള്ള ഉറപ്പ് വരുത്തണം. ഹല്ലേലൂയ. ലൂക്കോസ് സുവിശേഷം 17:26-27 വാക്യത്തിൽ വായിക്കുന്നു: നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ നാളിലും ഉണ്ടാകും. നോഹ പെട്ടകത്തിൽ കടന്ന നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്നവരെ എല്ലാവരെയും മുടിച്ചു കളഞ്ഞു. അതുകൊണ്ട് ഓർത്തോളം, തിന്നാനും കുടിക്കാനും ലോകത്തിന്റെ കാര്യങ്ങൾ നടത്താനും വേണ്ടി അങ്ങനെ അങ്ങ് നടക്കുക. ഹല്ലേലൂയ.
എന്നാൽ എല്ലാം വന്ന് നശിക്കുമ്പോൾ പിന്നെ രക്ഷപ്പെടാൻ കഴിയത്തില്ല. ഉരുൾപൊട്ടൽ പോലെയാണ് ഇനി അനർത്ഥം ലോകത്തിൽ വരാൻ പോകുന്നത്. ഇതൊക്കെ ഒരു വലിയ വാണിംഗ് ആണ് പ്രിയമുള്ളവരെ. അതിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ പെട്ടകത്തിൽ പ്രവേശിക്കണം. ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെയായി തീരും? ഹല്ലേലൂയ. ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കുമെന്നുള്ള ശബ്ദം ദൈവത്തിൽ കേൾക്കണം. എത്ര കള്ളനായാലും കൊലപാതകനായാലും യേശുവിനോട് രക്ഷയ്ക്കായിട്ട് ചോദിക്കുമെങ്കിൽ അവനോടൊപ്പം പറുദീസയിൽ ഇരുത്തത്തക്കണം ദൈവം നിങ്ങളെ ഒരുക്കും. അത് മാത്രം മതി പ്രിയമുള്ളവരെ. അവനായിരിക്കുന്നിടത്ത് ഇരിക്കുവാനാണ് ദൈവം നമുക്ക് ഭാഗ്യം തരുന്നത്, വിളി തന്നിരിക്കുന്നത്. അത് പ്രാപിക്കണം. അതിനുവേണ്ടി ദൈവം നമ്മെ സഹായിക്കട്ടെ. 2 പത്രോസ് 2-5 വായിക്കുന്നു, പുരാതന ലോകത്തെയും ആദരിക്കാതെ ഭക്തികെട്ടവരുടെ ലോകത്തിൽ ജലപ്രളയം വരുത്തിയപ്പോൾ നീതി പ്രസംഗിയായ നോഹയെ 7 പേരോടുകൂടെ പാലിച്ചു, രക്ഷിച്ചു. നോക്കണം, ആ പുരാതന ലോകത്തെ ദൈവം നശിപ്പിച്ചു കളഞ്ഞപ്പോൾ ഈ നോഹയെ ദൈവം രക്ഷിച്ചതുപോലെ ഞാനും നിങ്ങൾ. അതുകൊണ്ട് നിത്യജീവൻ പ്രാപിക്കുന്ന ഒരു ചുരുക്കമാണ്. വിളിക്കപ്പെട്ടവർ അനേകരാണ്, തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ചുരുക്കമാണ്. അതുകൊണ്ട് നിത്യതയിൽ ആരും വിചാരിക്കരുത് ക്രിസ്ത്യാനി ആയതുകൊണ്ട് പ്രാർത്ഥനയെ സംബന്ധിച്ചുകൊണ്ട് സ്വർഗത്തിൽ പോകുന്നില്ല. നിനക്കുറപ്പുണ്ടായിരിക്കണം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്ന നാം ദൈവത്തിന്റെ മക്കളാണോ എന്ന്. റോമാലേഖനം 8-ാം പറയുന്നുണ്ട്, ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ ഒന്നും അവനുള്ളവനല്ല. ക്രിസ്തുവിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരത്തെയും അവൻ ഉയർപ്പിക്കും. ഉയർപ്പ് പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ ഒറ്റ വഴി മാത്രമേ ഉള്ളൂ. വീണ്ടെടുക്കപ്പെട്ടവരായി, വീണ്ടും ജന്മം പ്രാപിച്ചവരായി, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരായി തീരുക. വെളിപ്പാട് പുസ്തകം 20-15 വായിക്കുന്നു, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. അവിടെ ഒരു പുസ്തകമുണ്ട്, നമുക്കാർക്കും പോയി എഴുതാനൊക്കത്തില്ല. പുത്രൻ തമ്പുരാൻ തന്നെ കരം കൊണ്ട് രേഖപ്പെടുന്നതാണ് എന്റെയും നിങ്ങളുടെയും പേര് ഒരു ജീവപുസ്തകം. അല്ലാതെ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. എല്ലാവരുടെയും പ്രവൃത്തികളുടെ ദോഷങ്ങൾ എല്ലാം ചെയ്തത് മുഴുവൻ രേഖപ്പെടുത്തിയ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. എന്നാൽ ഒരു പുസ്തകമുണ്ട്, എന്താണ്? ജീവന്റെ പുസ്തകം. അതിൽ പേരെഴുതിയിട്ടില്ലെന്നുണ്ടെങ്കിൽ പേരും അഡ്രസ്സും പള്ളിയിലെ രജിസ്റ്ററിലൊക്കെ കാണും, എല്ലായിടത്തും കാണും. ഹല്ലേലൂയ. ദേശങ്ങളൊക്കെ നിന്റെ വസ്തുക്കൾക്കൊക്കെ നിന്റെ ഗേറ്റിന്റെ മണ്ടയ്ക്കൊക്കെ നിന്റെ പേര് വെച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളുടെ പേര് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഉണ്ട്. പക്ഷേ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഉറപ്പ് വരുത്തിക്കൊള്ളാം, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിയിട്ടുണ്ടോ? ആൻഡ് എനിവൺ നോട്ട് ഫൗണ്ട് റിട്ടൺ ഇൻ ദ ബുക്ക് ഓഫ് ലൈഫ് വാസ് കാസ്റ്റ് ഇൻടു ദ ലേക്ക് ഓഫ് ഫയർ. മറന്നു പോകല്ലേ, നിത്യാഗ്നിയിൽ വീണു പോകാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ടിരണം. ഹല്ലേലൂയ. വാട്ട് ആൻ അഷ്വറൻസ് ദാറ്റ് ദ നെയിംസ് ആർ റിട്ടൺ ഇൻ ദ ബുക്ക് ഓഫ് ലൈഫ്. ഫിലിപ്പിയ ലേഖനം 4-ാം പറയുന്നു, സാക്ഷാൽ ഇണയാളിയായുള്ളവേ അവർക്ക് തുണ നിൽക്കണം എന്ന് ഞാൻ നിന്നോടും അപേക്ഷിക്കുന്നു. ജീവപുസ്തകത്തിൽ പേരുള്ള ക്ലേമന്തും മുതലായ എന്റെ കൂട്ടുവേലക്കാരുമായി ആ സ്ത്രീകൾ എന്നോട് കൂടെ സുവിശേഷ കോട്ടത്തിൽ പോരാടി. പൗലോസിന് വ്യക്തമായിട്ട് അറിയാം, അവരുടെ പേര് ജീവപുസ്തകത്തിൽ പേര് ഈ ഭൂമിയിൽ വെച്ച് തന്നെ പറയുക. ക്ലേമന്ത് മുതലായ വല്ലരെ പറ്റി പറയാം, അവരുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുക. ഇന്ന് ഇപ്പോൾ സംബന്ധിക്കുന്നവരെ പറ്റി പറയാൻ കഴിയണം, ഓരോരുത്തരെയും പേരെടുത്ത് പറയാൻ കഴിയണം. എന്താണ്? ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ട ഇന്നാരെന്ന് സഹോദരന്മാരുടെ സഹോദരിമാരുടെ ഞങ്ങളുടെ കുടുംബത്തിന്റെ പേര് പറയുവാൻ കഴിയണം. ജീവപുസ്തകത്തിൽ പേര് ഇവിടെ വെച്ച് തന്നെ അറിയാൻ പറ്റും. അതുകൊണ്ടാണ് പൗലോസ് പേരെടുത്ത് പറയുന്നത്. വളരെ പ്രത്യേകമാണ് ആ ഒരു വാക്യം എന്നുള്ളത് മറക്കരുത്. എന്താണ്? ഇത് ഞാനും നിങ്ങളും മറക്കരുത്. ഈ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവരായി തീരണം. ഹല്ലേലൂയ. അവർ സുവിശേഷ ഘോഷത്തിൽ പോരാടിയിരിക്കുന്നു. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവരായി സുവിശേഷ ഘോഷത്തിൽ പോരാടുന്നവരായി തീരണം. എന്റെ സമയം എല്ലാവരും സമയം പാലിക്കേണ്ട ആവശ്യമുണ്ടല്ലോ. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇതിനോട് ചേർന്ന് പറയുവാൻ താല്പര്യമുണ്ടായിരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാവരോടും ദൈവം ഇടപെടട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ ദൈവത്തോട് തീരണം. പ്രാർത്ഥനയിൽ ഇട്ടിരിക്കണം, സ്തോത്രത്തോടെ അതിൽ ജാഗരിക്കണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എന്റെ സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കണം. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാൾ ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. അതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവസേനയിലേക്കുള്ളതായ പ്രവേശനം ധാരാളമായി പ്രാപിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അത് സ്വർഗത്തിൽ എത്തിച്ചേരുമോ ഇല്ലയോ എന്നുള്ള സംശയത്തിലല്ല, അതിലേക്ക് ധാരാളമായി പ്രവേശിക്കണം. ഇന്ന് പകൽക്കാലം ദൈവസേനയിലേക്ക് ധാരാളമായി പ്രവേശിപ്പാൻ തക്കണം, സന്തോഷത്തോടെ പ്രവേശിപ്പാൻ ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. ഈ രാവിലെ തോറും നടക്കുന്ന മീറ്റിങ്ങിനെ സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ജീവന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും അനുഗ്രഹിക്കട്ടെ. ഇതിൽ ചുമതല വഹിക്കുന്ന എല്ലാവരെയും. ഹല്ലേലൂയ. ദൈവസേന നമുക്കറിയാം,
പടയ്ക്ക് പോകുന്നവരും വസ്ത്രം കാക്കുന്നവർക്കും ഒരേ സ്ഥാനമാണ്. ഹല്ലേലൂയ. മത്തായി സാറ് കിടന്ന് ഓടുന്നു, വലിയ കാര്യങ്ങൾ ചെയ്യുന്നു. എന്നാൽ അതിനോടൊപ്പം ഒരിക്കലെങ്കിലും സമ്മതിക്കുന്നവർക്കും അതിന്റെ അനുഗ്രഹം ഉണ്ടെന്ന് മറക്കരുത്. രാവിലെ ഇതുവരെ സമ്മതിക്കുക, സുവിശേഷ വേലയെ വിവിധ തരത്തിൽ പ്രാർത്ഥന കൊണ്ട് ഫൈനാൻഷ്യലായിട്ട് ആരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു അവർക്കെല്ലാം ദൈവത്തിന്റെ അനുഗ്രഹം തരും. എല്ലാ സുവിശേഷ പ്രവർത്തനം, പ്രത്യേകിച്ച് ഇന്റർ ഡിനോമിനേഷനുള്ള പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ദൈവത്തിന്റെ പ്രസാദം മുഴുവൻ അതിലാണ്. ദൈവത്തിന് സഭാവ്യത്യാസം ഇല്ല പ്രിയമുള്ളവരെ. ഇന്ന് സഭകളൊക്കെ ഓരോ കൂടുണ്ടാക്കി അതിനുള്ളിൽ ഇരിക്കുക. എന്നാൽ കർത്താവ് സ്നേഹിക്കുന്ന അങ്ങനെയല്ല. യേശുവിനെ സ്വീകരിച്ച ഏത് സഭയിലുള്ള എല്ലാവരെയും കർത്താവ് അംഗീകരിക്കുന്നുണ്ട്. ഏത് മതക്കാരാണെങ്കിലും ശരി, അവർ യേശുവിൽ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ, യേശുവിനെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നിത്യജീവനുണ്ട്. അതുകൊണ്ട് എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാൻ നമുക്ക് ചുമതലയുണ്ട്. ഈ പ്രാർത്ഥന കൂട്ടായ്മയെ ദൈവം അനുഗ്രഹിക്കട്ടെ, ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് സ്നേഹത്തിന്റെ ഭാഷയിൽ എല്ലാവരോടുള്ള സ്നേഹം നന്ദി അറിയിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. Thank you very much. May the Lord bless you all. Thanks.